ഹായ് സ്റ്റുഡൻസ്, ബ്ലാക്ക് ബേർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +1 NIOSകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഭാഗത്തുള്ള ഒരു കാര്യമാണ് എടുക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ ഐറ്റത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഇവിടെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആണ്, അതായത് റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 3 എണ്ണമാണ്: മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഇങ്ങനെ 3 തരത്തിലാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വരുന്നത്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീനിനെ അരിത്തമെറ്റിക് മീൻ എന്ന് അറിയപ്പെടുന്നു. മീൻ അരിത്തമെറ്റിക് മീൻ എന്ന പേരിലാണ് മീൻ അറിയപ്പെടുന്നത്. അരിത്തമെറ്റിക് മീനിനെ ആവറേജ് എന്നും അറിയപ്പെടുന്നുണ്ട്. അരിത്തമെറ്റിക് മീൻ ആവറേജ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ ടോട്ടലിനെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ ആവറേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഇങ്ങനെ 3ആയിട്ട് സീരീസ് തിരിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഒറ്റയായിട്ടുള്ള ഐറ്റംസിനെയാണ് ഇൻഡിവിജ്വൽ സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വർക്കേഴ്സിൻ്റെ 10 വർക്കേഴ്സിൻ്റെ വേജസ്, 10 കുട്ടികളുടെ മാർക്ക്, 10 കുട്ടികളുടെ വെയ്റ്റ്, 5 കുട്ടികളുടെ ഹൈറ്റ്, ഇങ്ങനെ ഒറ്റയായിട്ടുള്ള ഐറ്റംസ് മാത്രം തരുന്നതാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും ഏത് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മീന് ഇൻഡിവിജ്വൽ സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊരു പ്രോബ്ലം ചെയ്യാം. മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. 10 കുട്ടികളുടെ മാർക്ക് തന്നിരിക്കുകയാണ്. ഔട്ട് ഓഫ് 100 57, 45, 30, 80 and 85, 66, 72, 75, 40, 70, ഇങ്ങനെ 10 കുട്ടികളുടെ മാർക്ക് തന്നിരിക്കുന്നു. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷനുണ്ട്. ഇക്വേഷൻ ഉപയോഗിച്ചാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത്, എക്സ് എഴുതി അതിന് മുകളിൽ ഒരു വരിയിട്ടാൽ തന്നെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീനിനെ സൂചിപ്പിക്കുന്നു. അരിത്തമെറ്റിക് മീനിനെ സൂചിപ്പിക്കുന്നതാണ് എക്സ് ബാർ. അരിത്തമെറ്റിക് മീനാണ് എക്സ് ബാർ. ഇനി സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഐറ്റംസിൻ്റെ എല്ലാം ടോട്ടലാണ്, എല്ലാം കൂടി കൂട്ടിയെടുക്കുന്നതാണ് സിഗ്മ എക്സ്. ഒരു ഇൻഡിവിജ്വൽ ഐറ്റം കൂട്ടിയെടുക്കുന്ന അതിൻ്റെ സമ്മ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് എൻ. എന്ന് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഏത് വേണമെങ്കിലും എഴുതാം. എൻ നമ്പറിനെ കാണിക്കുന്നു. ഇനി ഇവിടെ ഈ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിൽ 10 കുട്ടികളുടെ മാർക്കാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എക്സ് ബാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓരോ ഐറ്റം കൂടി എഴുതി എല്ലാത്തിൻ്റെ സം എടുക്കുക, എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുക്കുക. ഓരോന്നും 85, 66 + 72 + 75 + 40 + 70, അതിനെ ആകെയുള്ള എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 ഐറ്റം ഉണ്ട്. 10 ഐറ്റത്തിന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഉണ്ട്. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെല്ലാം ടോട്ടൽ എടുക്കുമ്പം നമുക്ക് 612 കിട്ടും. ഇതിൻ്റെ ടോട്ടൽ 612. 612നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ 0 വെട്ടിക്കളയുക. ഓരോ 0 കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ബാക്കി 62 കിട്ടും. ഇതിൻ്റെ അടുത്ത